അർഹത തീരുമാനിക്കുമ്പോൾ ഒരു നേതാവിൻ്റെ മകൻ നേതാവിൻ്റെ മകനിൽ നിന്ന് തുടങ്ങുന്നു, ഒരു സാധാരണ പ്രവർത്തകൻ താഴെ നിന്ന് തുടങ്ങുന്നു. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ മകൻ മുഖ്യമന്ത്രിയുടെ മകനായിട്ട് രാഷ്ട്രീയത്തെ കാണുന്നത്, ഒരു സാധാരണ പ്രവർത്തകൻ താഴെത്തട്ടിൽ ബൂത്തിൽ നിന്നാണ് പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പോൾ ആരാ കൂടുതൽ പാർട്ടിയുടെ എല്ലാ അറ്റവും കണ്ടത് എന്ന് ചോദിച്ചാൽ സാധാരണക്കാരന്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വെയിലുകൊണ്ട മനുഷ്യരുണ്ട്. ജയിച്ചവർ മാത്രമല്ല ജയിക്കുന്നത്, ആ ജയിച്ചവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട കുറേ മനുഷ്യരുണ്ട്. അവരുടെ വികാരത്തെ മാനിക്കാതെ ഒരു സീറ്റ് നിർണയവും കേരളത്തിൽ നടക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ജയസാധ്യത എന്ന് പറഞ്ഞാൽ നേതാവിൻ്റെ മക്കൾക്കുള്ളതല്ല, ജയസാധ്യത എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ മനസ്സിലാക്കുന്നവർക്കുള്ള. അപ്പോൾ ചിലപ്പോൾ നേതാക്കന്മാരുടെ മക്കളെ പരിഗണിക്കേണ്ടി വരും, പരിഗണിക്കാം, അതിലൊന്നും തെറ്റില്ല. പക്ഷെ അത് നീതിപൂർവകമായിരിക്കണം. നീതിയില്ലാത്ത തീരുമാനം ഇനി കോൺഗ്രസിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം.